ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ FC മൊബൈൽ കളിക്കുകയാണ്. എന്നോട് 2 പേര് റിക്വസ്റ്റ് ചെയ്തു കളിക്കാൻ. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് അത് കളിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വീഡിയോയ്ക്ക് 50 വ്യൂസ് കിട്ടി. പിന്നെ കുറച്ച് കമൻ്റൊക്കെ ഇട്ടു. ആ വ്യൂ ചെയ്ത ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തായിരുന്നെങ്കിൽ സന്തോഷമായേനെ. അപ്പോൾ അതൊന്ന് ലോഡാവട്ടെ, എന്നിട്ട് FC മൊബൈൽ കളിക്കാം. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗെയിംസ് കമൻറ്റ് ചെയ്തോ. നമുക്ക് കളിക്കാൻ പറ്റുന്നതാണെങ്കിൽ കളിക്കാം. ഇപ്പോൾ ഇവിടെ ഒരു ക്ലെയിം റിവാർഡുണ്ട്. എൻ്റെ ലീഗ് കേരള സ്ക്വാഡ് എന്ന് പറഞ്ഞ്, അപ്പോൾ അതിനകത്ത് ലീഗ് തോറ്റു. എന്തിൻ്റെങ്കിലും ആട്ടെ. പിന്നെ വെൽക്കം ബാക്ക് ടു FC. ഞാൻ FC എടുത്തിട്ട് കുറച്ചായി, അപ്പോൾ അതിൻ്റെ ഉണ്ട്. ഞാൻ പുതിയ ഇവൻ്റൊക്കെ വന്നു, അതൊക്കെ ഒന്ന് നോക്കണം. ജംസ് ഉണ്ടായാലും നമുക്കൊരു പാക്ക് ഓപ്പൺ ചെയ്യാം. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യട്ടെ. 1250 ജംസ് കിട്ടി. ഇതൊക്കെ പൈസ കൊടുത്ത് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഇവിടെ ക്ലെയിം ചെയ്യാനുണ്ട്. FC പോയിൻറ്റ്സ് കൊടുക്കണം. നമ്മുടെ കയ്യിലിപ്പോൾ 7000 ജംസ് ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പാക്ക് തുറക്കാം. ഒരു പാക്ക് ഇതിൻ്റെ നമുക്ക് ഇതിൻ്റെ തുറക്കാം. ഈവൻറ്റിൻ്റെ പേരെന്തായിരുന്നു? ഗൈസ് മറന്നുപോയി. എങ്ങനെയാണ് നമുക്ക് പാക്ക് പൊട്ടിച്ചാൽ പോലെ പൊട്ടിക്കാം. പിച്ച് ബീറ്റ്സ്. അത് തന്നെ. അപ്പോൾ നമ്മൾ പിച്ച് ബീറ്റ്സിൻ്റെ 3000ൻ്റെ പാക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. എന്താ നോക്കാം. അയ്യോ, ഇതേതാ? കാമറൂൺ സെൻട്രൽ ബാക്ക് അൽ ഹിലാൽ. ആരാ? 103 കുലിബാലിനെ കിട്ടി ഗൈസ്. പക്ഷേ യൂസ് ഇല്ല ഗൈസ്. നിങ്ങളെൻ്റെ ടീം കണ്ടില്ലല്ലോ, ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പ് നമുക്ക് ഒരു 4000 കൂടെ ഉണ്ട്. ഇതേതാ? സോങ്ക്രൻ ഡെയിലി ബണ്ടിലോ? ആ ഒരു ബണ്ടിലും കൂടെ പൊട്ടിക്കാം 3000ൻ്റെ. ഇതുവരെ നമുക്ക് നല്ല പ്ലേയേഴ്സൊന്നും കിട്ടിയിട്ടില്ല ഗൈസ്, നമുക്ക് ഭാഗ്യമില്ല. അപ്പോൾ ഇതാണ് പുതിയ ഇവൻ്റ്. അപ്പോൾ ഇതിൻ്റെ വാക്കൗട്ടൊക്കെ രസമുണ്ട്. നൈജീരിയ സെൻട്രൽ ഡിഫൻസ് അതും പോയി ഗൈസ്. എല്ലാം പൊട്ടയാണല്ലോ കിട്ടുന്നത്. നമുക്ക് ടീം കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ ടീം. 150 OBR. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് പറയണേ. ഇതാണ്. അപ്പോൾ ഞങ്ങൾ പാക്ക് പൊട്ടിച്ച് കിട്ടിയതാ. കുലിബാലിയും നിധി എന്നാണോ വായിക്കാൻ എനിക്കറിയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ടീം. അപ്പോൾ ഇവിടെ എക്സ്ചേഞ്ച് ഉണ്ട്. അറിയാത്തവർക്ക് വേണ്ടി ഇവിടെ മഷറാനോ എക്സ്ചേഞ്ച്. പിന്നെ ലോക്കർ റൂമുണ്ട്. അതിനകത്ത് നമുക്ക് കിറ്റ് മാറ്റാം. അപ്പോൾ ഇതാണ് പുതിയ ഇവൻറ്റിൻ്റെ കിറ്റ്. എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല, അപ്പോൾ ഞാൻ ഇത് തന്നെ ഇടാൻ വിചാരിച്ചു. ആനിവേഴ്സറി ഇവൻറ്റിൻ്റെ കിറ്റ്. അതൊരു പഴയ ഇവൻ്റാണ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഇവൻറ്റിൻ്റെ മാച്ച് ഞാനും കളിക്കാം. ഗൈസ്, നമ്മളൊരു പ്ലെയറിനെ സെല് ചെയ്യാനിട്ടായിരുന്നു. അപ്പോൾ അത് സോൾഡായി. അപ്പോൾ അതിൻ്റെ കോയിൻസ് കളക്ട് ചെയ്യുക. പിന്നെ നമുക്ക് ഏതെങ്കിലും കളിക്കാം. പിച്ച് ബീറ്റ്സ് കളിക്കാം നമുക്ക്. പിച്ച് ബീറ്റ്സിനകത്ത് എങ്ങനെ ബെല്ലിങ്ങാം ഉണ്ടാകും തന്നെ. അതൊക്കെ എന്നാ ഫ്രീയാ? ബെല്ലിങ്ങാമിൻ്റെ ഒരു കാർഡുണ്ട് ഫ്രീ ആയിട്ട്. പിന്നെ ഇതന്നെ, ഇതിങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് ഇവിടെ എത്തുമ്പോൾ ഈ ഒരു ബാക്ക് അങ്ങനെ. ഇതിൻ്റെ വേറൊരു പഴയ ഉണ്ടായിരുന്നു പിച്ച് ബീറ്റ്സ്. അതിനകത്ത് ഇങ്ങനെ അല്ലായിരുന്നു. നല്ല രസമായിരുന്നു. അത് നൈസ്. ഇത് നല്ല രസമാണ്. ഈ പോയിൻറ്റ്സ് എന്തായിരുന്നു? കാഡൻസ് റോളോ അങ്ങനെ എന്തോ ഒരു സംഭവമുണ്ട്. അത് ഈ മാച്ച് കളിച്ചാൽ കിട്ടും. എന്നിട്ട് അതെടുത്തിട്ട് ഇതിനകത്ത് നമ്മൾ ലുഡോ കളിക്കുന്ന പോലെ തന്നെ ഇതിനകത്ത് കൊടുക്കുക. അപ്പോൾ ആ സംഭവം എൻ്റെ കയ്യിൽ ഒന്നുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ കൊടുത്തു. ഈ സംഭവം നീങ്ങും ഗൈസ്. ഇതിവിടെ എത്തി. എന്താ കോയിൻസ് കിട്ടി. അപ്പോൾ അത് ക്ലെയിം ചെയ്യും. പ്രത്യേകിച്ച് ഇവൻറ്റുകളിലൊന്നും കളിക്കാനൊന്നും ഇല്ല അത്ര. പിന്നെ ലീഗുണ്ട്. ലീഗ് കേരള സ്ക്വാഡ് എന്നാണ് ലീഗിൻ്റെ പേര്. ലീഗ് അപ്പോൾ ഒരു 33 ലെവലായി. അപ്പോൾ അതിൻ്റെ എന്തോ ഒരു ബാക്ക് കിട്ടി. അപ്പോൾ ഗൈസ്, നമുക്ക് പിന്നെ 3000 ജംസ് കിട്ടി. അപ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും ബാക്ക് ഉണ്ടാകും. പിന്നെ സ്റ്റാർ പാസ് ഉണ്ട്. സ്റ്റാർ പാസിനകത്ത് നമുക്കൊരു മഷറാന കിട്ടിയെന്ന് തോന്നുന്നു. ഗൈസ്, ഒരു മഷറാന കിട്ടി. മഷറാന എന്ത് ചെയ്യുക? ഇനി നമുക്ക് ഇവിടെ എന്തോ ഉണ്ടല്ലോ. ഇവിടെ എന്തോ ആരോ ഹെഡിനെ വിളിച്ചു. പിന്നെ അത് നോക്കണ്ട. പിന്നെ എക്സ്ട്രാ ടൈമിൻ്റെ എന്തോ ഒന്ന് കളക്ട് ചെയ്യണ്ട. കളക്ട് ചെയ്തേക്കാം. അപ്പോൾ ഇത് കിട്ടിയിട്ടും കാര്യമൊന്നുമില്ല. നമുക്ക് വേറെ ഏതെങ്കിലും ബാക്ക് ഉണ്ടോ നോക്കാം. ഇന്ന് പ്രത്യേകിച്ചൊന്നും കളിക്കുന്നില്ല ഗൈസ്. നിങ്ങൾ കമൻറ്റ് ചെയ്താ ഇഷ്ടപ്പെട്ടതെന്ന് നോക്കണ്ട. അത് നോക്കി നമുക്ക് കളിക്കാം. ഇവിടെ 3000ൻ്റെ വേറെ ഇല്ലെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്.
ലാലിഗഡ് ഉണ്ടായിരുന്ന തുറക്കാം. ഞങ്ങളൊരു കാര്യം ചെയ്യണം, റിസ്ക് എടുക്കാം. ഞങ്ങളുടെ 4000 ഉണ്ട്. 98 തൊട്ട് 107 വരെയുള്ള വാക്ക് ഓപ്പൺ ചെയ്യാം. ട്രേഡബിളാണ്. നല്ലത് കിട്ടിയാൽ കിട്ടി, 98 കിട്ടിയാൽ പോയി. ഞങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് ഗൈസ്. എത്ര പാക്ക്? ഒറ്റ പാക്കാന്ന് തോന്നുന്നു. വാക്കൗട്ട് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഏതത്? പഴയ പിച്ച് ബീറ്റ്സ് അത് അല്ലല്ലോ, പിച്ച് ബീറ്റ്സ് അല്ല ഗൈസ്. ഏത് യെസ് പോയി. 98 ട്രോഫി ടൈറ്റൻസ് ആണെന്ന് തോന്നുന്നു. എന്തായാലും പോയി ഗൈസ്, വെറുതെ കൊണ്ട് കളഞ്ഞു. ഇതിനകത്തൊന്നുമില്ല പ്രത്യേകിച്ച്. പിന്നെ നമ്മൾ ആക്ടിവിറ്റീസിൽ കയറിയാൽ, ആക്ടിവിറ്റീസ് കയറി സീഡ് കയറിയാൽ നമുക്കിവിടെ പാക്ക് കിട്ടും. അപ്പോൾ നമുക്ക് അത് ഓപ്പൺ ചെയ്യാം. പിന്നെ ഇവിടെ കുറച്ച് ജെംസും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഏതൊക്കെ ഇവൻ്റ് ഉള്ളത്? ഇതേതോ ഇവൻ്റ്? എനിക്കിതിനകത്ത് ഇഷ്ടപ്പെട്ട ഇവൻ്റ് എന്ന് വെച്ചാൽ ഈ ബെക്കാങ്ക്രോണിക്കൽസാണ്. അത് നല്ല രസമാണ് കളിക്കാൻ. പിന്നെ ഉള്ളത് എന്താ? ഇത് നമുക്ക് ഡിക്ലൈൻ ചെയ്യാം. നമുക്ക് പിന്നെ അടുത്ത FC മൊബൈൽ വീഡിയോ ഇടുമ്പോൾ നമുക്ക് ആരുടെയും കൂടെ ഹെഡ് ടു ഹെഡ് കളിക്കും. അപ്പോൾ എനിക്ക് 2 107 പ്ലേയേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഒന്ന് ഒഷീമാനും പിന്നെ റോബർട്ടോ കാർലോസും. ഞാൻ 111 നോക്കിയത്. അപ്പോൾ പിന്നെ എന്താ, ഇനി പ്രത്യേകിച്ചൊന്നുമില്ല ഗൈസ്. പിന്നെ കോയിൻസ് കുറച്ചാക്കി പുതിയ ഇവൻ്റ് വരാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ ഒക്കെ പ്ലേയേഴ്സിനൊക്കെ മേടിക്കണം നമുക്ക്. ഡിവിഷൻ റിവേഴ്സിൽ വേഴ്സസ് അറ്റാക്കിൽ പ്രോ. ഹെഡ് ടു ഹെഡ് മാനേജർ മോഡ് ഞാൻ കളിക്കാറില്ല, അതങ്ങനെ. പിന്നെന്താ, പിന്നെ എക്സ്ട്രാ ടൈം അതിനകത്ത് ഇനി മറ്റേതുണ്ടെങ്കിൽ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം. എക്സ്ചേഞ്ച് അല്ല, ഡെയിലി പിക്സ് ഇല്ല ഗൈസ്, ഇതല്ലല്ലോ നമുക്ക് വേണ്ട. ഇത് 17,000 ഉണ്ട്. 10,000-ൻ്റെ പാക്കുണ്ട്. 4,000-ൻ്റെ പാക്കുണ്ട് ഗൈസ്. ഇത് ഫ്രീ പിക്കാ, പിന്നെ എടുക്കാം. അല്ല വേണ്ട ഗൈസ്, നമുക്ക് ഈ 40,000 ആക്കിയിട്ട് ഇത് തുറക്കാം. അല്ല നിങ്ങൾ പറ, 4,000-ൻ്റെ തുറക്കണോ അല്ല 40,000 ആക്കിയിട്ട് അത് തുറക്കണോ നിങ്ങൾ പറ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ സംഭവം കിട്ടാൻ വേണ്ടി എക്സ്ചേഞ്ചിൽ പോയി എക്സ്ട്രാ ടൈമിൽ നോക്കി കഴിഞ്ഞതാ. ഇവിടെ 3,000 തൊട്ട് 5,000 വരെ ഉള്ള നമ്മൾ 99 പ്ലെയർ കൊടുക്കണം. എൻ്റെ 100-ൻ്റെ ഉള്ളു, അത് കൊടുത്തേക്കാം. ആവശ്യമില്ല നമുക്ക്. 3,000 എത്ര കിട്ടി? ഇത് ബെസ്റ്റ് ഫാൻസ് ഉണ്ടെന്ന് കമൻറ്റ് ചെയ്തേക്കെ. അപ്പോൾ അതും കൊടുത്തു 3,000 സംതിങ്. ലോറിസ് ആവശ്യമില്ല, അതും കൊടുക്കാം. പിന്നെ നമ്മുടെ 28,000 ആയി. ഇതൊന്നും പിന്നെ അത്ര ലാഭമുള്ളതല്ല. ചെയ്തേക്കാം. കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട്. ഇവൻ ട്രേഡബിളാണ്, അവനെ വെച്ച് ചെയ്യണ്ട. ജെറാഡിനെ കൊടുക്കാം. പിന്നെ ഏതോ ഒരു പ്ലെയർ എന്തായാലും നമുക്ക് കൊടുക്കാം.